ഏറ്റവും കൂടുതൽ ഇപ്പം കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ സ്ക്രീൻ ടൈമാണ്. ഒരുപാട് ചെറിയ കുട്ടികൾ പോലും സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ടും സ്പെൻഡ് ചെയ്യുന്നുണ്ട്, സ്ക്രീനിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതെന്ന് കേൾക്കുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ലൈഫിൽ ഈ കുഞ്ഞുങ്ങൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആകുന്നുണ്ടോ? വാട്ട് ഈസ് യുവർ സ്റ്റാൻഡ് ഓൺ ഇറ്റ്? കാരണം ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ലൈഫ് സ്റ്റൈൽ നമുക്ക് കാണുമ്പോൾ പറയാം ഇറ്റ്സ് വെരി ഫാൻസി. ശരിക്കുള്ള ജീവിതത്തിൽ ഒന്നും ആയിരിക്കണം എന്നില്ല, എന്നാലും നമ്മൾ കാണിക്കുമ്പോൾ നമ്മളായാലും മേക്കപ്പ് ചെയ്ത് നമ്മൾ ഭയങ്കര ഇതായിട്ടേ വരത്തുള്ളൂ ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്ക്രീൻ. ഇത് ഈ കുഞ്ഞുങ്ങളെ, അതും സ്പെഷ്യലി ഈ പറഞ്ഞ പോലെ വളരെ പ്രായം കുറഞ്ഞ കുട്ടികളെ ഭയങ്കരമായിട്ടും എഫക്റ്റ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എല്ലാ പ്രായത്തിലും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു 9 വയസ്സൊക്കെ മുതലാണ് പ്യൂബർട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നേരമാണ് നമ്മൾ പ്യൂബർട്ടി സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗ്രോത്ത് ഫേസ് തുടങ്ങുന്നു എന്നാണ്. ആ സമയത്ത് പീരിയഡ്സ് ആവാമെന്ന് വിചാരിക്കരുത്. നോക്ക്, ആ സമയത്ത് അവർ ഏറ്റവും കോൺഷ്യസ് ആവുന്നത് എന്താണ്? അവരുടെ സ്കിന്നിനെ കുറിച്ചും നെയിൽസിനെ കുറിച്ചും ഹെയറിനെ കുറിച്ചുമാണ്. റാദർ ദാൻ ദ ബ്യൂട്ടി പ്രോഡക്ട്സ് എന്നാൽ വൃത്തിയായിട്ട് നഖങ്ങൾ അല്ലെ കണ്ണെഴുതുക, പൊട്ട് തൊടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പം അവർ കാണുന്നതിന് അവരുടെ ലൈഫിൽ ഒരുപാട് വലിയ പങ്കുണ്ട്. ഓക്കെ, ഇതൊരു കാര്യം. ഇതൊരു അനുകരിക്കാൻ ശ്രമിക്കും തോന്നുന്നു. തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലാത്തൊരു കുട്ടി ക്ലാസ്സിൽ പോകുന്നു, ഇതുള്ള കുട്ടികൾ കൂടെ ഉണ്ട്, ദേ ടെൻഡ് ടു കമ്പയർ വിത്ത് ഈച്ച് അതർ. അയ്യോ അവർക്കൊക്കെ ഉണ്ടല്ലോ, അവരങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, എനിക്ക് മാത്രമില്ല. അപ്പോൾ എനിക്ക് മാത്രമില്ലാത്തതിൻ്റെ കാരണക്കാർ എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ ആയതുകൊണ്ടായിരിക്കും, അവർക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടായിരിക്കും, അങ്ങനെയൊക്കെയാണ് അവർ എങ്ങനെ ഇതൊക്കെ കാരണം തന്നെ വലിയ ട്രാപ്പിലായി പോകുന്ന കുട്ടികളുണ്ട്. അതായത് ഏതെങ്കിലും ഒരു കേസ് വന്നത് ഓർക്കുന്നുണ്ട്? യെസ്. അതായത് ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു 2 പേര് ഒരു ക്ലാസ്സിലാണ് പഠിക്കുന്നത്, സെയിം ഡിവിഷനിലാണ്. അതിനകത്ത് ഒരു കുട്ടി വാസ് ചെറുതായിട്ട് അവൾക്ക് തന്നെ ഒരു ഇൻസ്റ്റാഗ്രാം പേജും അക്കൗണ്ടും ഒക്കെ ഉണ്ടായിരുന്നു. ഷീ യൂസ് ടു സിങ് സംതിങ്, എന്തോ ഗിറ്റാറൊക്കെ വായിക്കുമായിരുന്നു. അങ്ങനെ ഇത് കണ്ടിട്ട് മറ്റേ കുട്ടിക്ക് ഭയങ്കര പ്രശ്നമായി. വേറെ ഒരു ഫേക്ക് പ്രൊഫൈലിൽ നിന്ന് ഈ കുട്ടിയുടെ പ്രൊഫൈലിലേക്ക് കുറച്ച് വളരെ ഹാംസ്റ്ററൊക്കെ പോലെ വളരെ മോശം സൈറ്റിൽ നിന്ന് ലിങ്ക്സും പിക്ചേഴ്സും ഒക്കെ ഇട്ട് തുടങ്ങി. കുറേ നാൾ ഈ കുട്ടി മിണ്ടാതിരുന്നു, പേടിച്ച് മിണ്ടാതിരുന്നു. അത് കഴിഞ്ഞിട്ട് പല കാര്യങ്ങൾ, അശ്ലീലം ചോദിക്കുക, വളരെ മോശപ്പെട്ട പിക്ചേഴ്സ് അയക്കുക, അങ്ങനെയൊക്കെ. എന്നിട്ട് അവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ബ്രദറും കൂടി അതിനകത്ത് ഇൻവോൾവ് ആയി. തന്നെ അവിടെ ഫോൺ ഹാക്ക് ചെയ്തു, കുറേ പിക്ചേഴ്സ് എടുത്തു, വലിയ പ്രോബ്ലമായി. അവസാനം ആ കുട്ടിക്ക് ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നൊരു സിറ്റുവേഷൻ വന്ന സമയത്ത് വീട്ടിൽ പറഞ്ഞു. അപ്പം ഞാൻ ആലോചിക്കണമെന്ന് വെച്ചാൽ അത്രയും നാൾ അവരെ പേരൻസ് അറിഞ്ഞിട്ടില്ല അതിനൊന്നും. ആ കുട്ടിക്ക് നമ്മളത് ചെക്ക് ചെയ്താൽ മനസ്സിലാകും, ഒരു ടൈം ഓഫ് 6 months ആ കുട്ടിയിൽ തന്നെ പല ഡിഫറൻസസും ഉണ്ടായി. ഇപ്പോൾ മീഡിയയിൽ കാണുന്നൊരു കുട്ടി എന്ന് പറയുമ്പോൾ അവർക്ക് വരുന്ന ഡിഫറൻസ് നമുക്ക് നോട്ടീസബിൾ ആണ്. ക്ലാസ്സിൽ വരുമ്പോഴാണെങ്കിലും ഉള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ എടുത്ത് നോക്കിയപ്പോഴത്തേനും ജസ്റ്റ് ചുമ്മാ ഒരു കുശുമ്പ് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ദെൻ ഷീ വെൻറ്റ് ഇൻ ടു ക്രോണിക് ഡിപ്രഷൻ. ഈ കുട്ടി ഇപ്പോൾ ചികിത്സയിലാണ്. ഈ ഡിപ്രഷൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും കേരളത്തിൽ കുട്ടികളുടെ ഇടയിൽ ഭയങ്കരമായിട്ട് ഡിപ്രഷൻ കൂടി വരുന്നു കേസസ് എന്ന് പറഞ്ഞു. അമൃതയുടെ അടുത്ത് വന്ന അങ്ങനെ ഒരു ഏറ്റവും മൈനർ ഒരു ഏജ് ഓഫ് ഡിപ്രഷൻ ഏതായിരുന്നു? ഒരു OCDയുടെ കൂടെ സെക്ഷൽ ട്രേറ്റ്സ് ഒക്കെ കാണിച്ച ഒരു 7-year-old കുട്ടി ഉണ്ടായിരുന്നു. 7 വയസ്സ്. ഓ, ആ കുട്ടി OCD ആയിരുന്നു. അതായത് പേരൻറ്റ്, അതായത് അച്ഛനും അമ്മയ്ക്കും ചെറിയ മൈൽഡ്, അമ്മയ്ക്കൊരു BPD ട്രേറ്റ്സും അച്ഛൻ്റെ ഫാമിലിയിൽ ചെറിയൊരു OCD ട്രേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫാമിലി ഹിസ്റ്ററിയിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ്. എൻ്റെ അടുത്ത് വരുന്നത് സെക്ഷൽ ട്രേറ്റ്സ് കാണിക്കുന്നു, ഇൻഅപ്രോപ്രിയേറ്റ് ബിഹേവിയർ കാണിക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു. അതായത് അമ്മയുടെയും എല്ലാ അഡൽട്ട് സ്ത്രീകളുടെ ബൂബ്സിനോടൊരു പ്രത്യേക താല്പര്യമായിരുന്നു ആദ്യം തുടങ്ങിയത്. ടീച്ചേഴ്സിൻ്റെ ആണെങ്കിലൊക്കെ ക്ലീവേജിലേക്ക് തന്നെ നോക്കുക, അല്ലെങ്കിൽ ഒന്ന് എടുക്കാൻ നേരത്തൊക്കെ പെട്ടെന്ന് അങ്ങനെ പ്രസ് ചെയ്യുക, പിടിക്കുക, പിന്നെ പ്രൈവറ്റ് പാർട്സൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ അപ്പോൾ അൺകംഫർട്ടബിളായിട്ട് കെട്ടിപ്പിടിച്ച് ഉറങ്ങുമ്പോൾ അമ്മയുടെ എന്താ പറയണേ ബ്രസ്റ്റിലൊക്കെ ഒന്ന് ഇതാക്കുക. അപ്പോൾ ടച്ച് കംഫർട്ടബിൾ അല്ലാത്തപ്പോൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ടാണ് വന്നത്. പക്ഷേ ആ കേസ് കേട്ടപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. ദെൻ നമ്മുടെ കൂടെ അസോസിയേറ്റ് ഉണ്ട്, CPs ഉണ്ട്, സൈക്യാട്രിസ്റ്റ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ വി ഓൾ ഇൻവോൾവ്. നാളെടുത്തു അമൃത അത് കറക്റ്റ്? എൻ്റെ അടുത്ത് വന്നത് ആ കുട്ടിക്കൊരു 7.5 years ഉള്ള സമയത്താണ്. അപ്പോൾ പറഞ്ഞ ഹിസ്റ്ററി അനുസരിച്ച് അവരൊരു 8 മാസമായിട്ട് നോട്ടീസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ. അപ്പം ഞങ്ങളപ്പം തന്നെ ടീമിലേക്ക് റെഫർ ചെയ്തു. സൈക്യാട്രി ഇൻപേഷ്യൻ്റ് ആയിട്ട് ഇപ്പോൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേസായത്. ഓക്കെ. അപ്പം അത് സോർട്ട് ചെയ്യാൻ ഒരു 2-3 ആഴ്ചയൊക്കെ വേണ്ടി വന്നുള്ളൂ. പക്ഷെ അവർ ഭാഗ്യത്തിന് ഓപ്പൺ ആയിരുന്നു ടു ടേക്ക് എ ട്രീറ്റ്മെൻറ്റ്. സാധാരണ കുഞ്ഞുങ്ങൾ സൈക്യാട്രി എന്നൊക്കെ പറയുമ്പോൾ സാധാരണ പേരൻസ് നോ ആണ് പറയാറ്. പക്ഷേ ഇതിനകത്ത് അമ്മ വാസ് വെരി സ്റ്റേൺ. അമ്മ പറഞ്ഞു അത് പറ്റില്ല എന്തായാലും. അവരത്രയും അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവും അവരത്രയും ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈവനെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടി ഇതുപോലെ പല ട്രേറ്റ്സിൻ്റെ കൂടെ ഇതുകൂടി വന്നു. അങ്ങനെയാണ്
കേസ് ഡിപ്രഷന്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ഇവരുടെ യൂസേജ് ഓഫ് ഡ്രഗ്സ് വളരെ ചെറിയ പ്രായത്തിൽ ഇപ്പോൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവൈലബിൾ ആണ്. സോ ഈ ഒരു മേഖലയിൽ ഇത്രയും ടോപ്പിൽ ഇപ്പോൾ അമൃത നിൽക്കുമ്പോൾ അങ്ങനെ പറയല്ലേ, എന്നാലും യു ടോക്ക് റിയലി നൈസ്. അപ്പോൾ ഇത്രയൊരു ഡ്രഗ് യൂസേജ് കേരളത്തിൽ വളരെ സുലഭമായിട്ട് കുട്ടികളുടെ ഇടയിൽ നടക്കുമ്പോൾ ഇവർ ടാർഗറ്റഡ് ആയിട്ടത് ആകുന്നതായിട്ട് അമൃതയ്ക്ക് തോന്നിയിട്ടുണ്ടോ? നോക്കൂ, ഈ ഡ്രഗ് എന്ന് പറയുന്ന സാധനം ഒട്ടും കിട്ടാതെ ഇങ്ങനെ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഈ കിട്ടാത്ത മുന്തിരി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ക്യൂരിയോസിറ്റി ഈസ് ഓൾവേസ് ഇറ്റ് ദെയർ. ഓക്കെ, അപ്പോൾ കുട്ടികളുടെ കയ്യിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞങ്ങളൊരു ഓഫ്ലൈൻ ക്യാമ്പ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഓഫ്ലൈൻ ക്യാമ്പ് എന്ന് പറയുമ്പോൾ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തൊരു എല്ലാ കുട്ടികളും ഒരു 5 years മുതൽ 21 years വരെയുള്ള എല്ലാ പ്രായത്തിലുള്ള കുട്ടികളുള്ള ഒരു ഓഫ്ലൈൻ. അപ്പോൾ ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ സെഷൻ ഉണ്ട്. കോൺഫിഡൻസ് വലുതാക്കാൻ വേണ്ടി സംസാരിക്കുന്ന ഒരു സ്പേസാണ്. അതിൽ ആ കുട്ടി പറഞ്ഞ കഥ അവൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛനെ കുറിച്ചാണ്. കഥ എങ്ങനെയാണ്, അതായത് അവരുടെ ലഞ്ച് ബോക്സിൽ ഈ കുട്ടി മാത്രം, അവൻ്റെ ക്ലാസ്മേറ്റ് മാത്രം ഒരു പെർട്ടിക്കുലർ ചിക്കൻ പോപ്കോൺ കൊണ്ടുവരും. ഓക്കെ, കുറേ കൊണ്ടുവരും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൊടുക്കും. ഓക്കെ, അപ്പം ഇത് ഇഷ്ടമാണ്, എല്ലാവർക്കും കഴിക്കും. ഷെയറിങ് ഇസ് കെയറിങ് എന്നാണല്ലോ പഠിപ്പിച്ചിരിക്കുന്നത്. എല്ലാവരും മേടിച്ചിരിക്കും. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇത് ഇല്ലാണ്ട് പറ്റാത്ത അവസ്ഥയായി. ഈ ക്ലാസ്മേറ്റിൻ്റെ അച്ഛൻ ചിക്കൻ പോപ്കോൺ ഡ്രഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ഒരു കേസ്. വാട്ട് ഇസ് ഇന്റൻഷൻ ബിഹൈൻഡ് ഇറ്റ് ആക്ച്വലി? അപ്പം ഇത് ഇങ്ങനെ കുറേ കുട്ടികളെ കിട്ടി. അപ്പോൾ ഓൾ ദീസ് ചിൽഡ്രൻ ആർ കമ്മിങ് ടു ഹിസ് ഹോം. അപ്പോൾ ഹി ക്യാൻ സെർവ് മോർ ആൻഡ് മോർ. ഒരു പരിധി കഴിയുമ്പോഴത്തേനും ഇങ്ങനെ വേണം, അത് വേണം, ഇത് തന്നാലേ തരുള്ളൂ എന്നൊക്കെ പറയാം. ആൻഡ് കുഞ്ഞു കുട്ടികളുടെ അടുത്ത് സെക്ഷുവലി അബ്യൂസ് ചെയ്യുന്ന ചാൻസസും വളരെ ഉണ്ട്, കൂടുതലുണ്ട്. യു കം ഇങ്ങനെ ചെയ്താൽ അത് തരാം, എൻ്റെ അടുത്ത് ഇങ്ങനെ സേ, അല്ലെങ്കിൽ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കും, ഇങ്ങനെ ചെയ്താൽ മതി തരാം എന്ന് പറയും. തീരെ പ്രായം കുറച്ച് കുട്ടികൾ വരുന്നുണ്ടോ ഈ കേസിൽ? ഞാൻ ഭയങ്കരമായിട്ട് ഷോക്ക്ഡ് ആയിപ്പോൾ ഒരു മെസ്സേജ് ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാം ഇൻബോക്സിൽ വന്നതാണ്. പക്ഷെ എൻ്റെ പ്രശ്നം ഇൻസ്റ്റാഗ്രാമിൽ ഇൻബോക്സിലൊരു മെസ്സേജ് വരുമ്പോൾ, ഒരു റിട്ടേൺ മെസ്സേജ് വരുമ്പോൾ ഐ എം ഓൾവേസ് കൺസേൺഡ്. എനിക്ക് അറിയില്ലല്ലോ അപ്പുറത്തര ഓടിയാൽ എനിക്ക് പിന്നെയും കുറച്ചുകൂടി ധൈര്യമുണ്ട്. ഇത് 4 വയസ്സുള്ളൊരു കുട്ടി, 4 വയസ്സ്, 4 years old. ഇപ്പോൾ എഴുതിയിരിക്കുന്നത് അമ്മയാണ്. ഇപ്പം ഞാനിത് പറയുന്നത് അവരെ മോശമാക്കാനല്ല, ഒരു ഇതുപോലത്തെ യാഥാർത്ഥ്യങ്ങൾ ഉണ്ടെന്നും കൂടി പറയാനാണ്. ആ കുഞ്ഞു കുട്ടീനെ ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്ത് ആക്കിയിട്ടാണ് ഇവർ ജോലിക്ക് പോകുന്നത്. ഷീ ഈസ് എവേ ഫ്രം ദ ഹോം. 2 ആഴ്ച കൂടുമ്പോഴാണ് അവർക്കൊരു ലീവിൽ നാട്ടിലേക്ക് വരാൻ പറ്റുന്നത്. അപ്പോൾ ഡ്രസ്സ് മാറാൻ, അതായത് കുഞ്ഞിനെ കുളിപ്പിച്ചിട്ട് ഇവരും ഡ്രസ്സ് മാറാൻ കയറിയപ്പോൾ ഡ്രസ്സ് മാറി ഇതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ദെൻ ഷീ ഈസ് നോട്ടീസിങ് സംതിങ് ഫിഷി ആയിട്ട് നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഉറങ്ങിയ സമയത്ത് അമ്മ എഴുതിയിരിക്കുന്നത് അപ്പോൾ പറയാം, മാം ഞാൻ നോക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവൻ പ്രൈവറ്റ് പാർട്സ് റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, എൻ്റെ ഉടുപ്പിനകത്ത് കൈയിടുന്നു, അവിടെ ഇവിടെയൊക്കെ പിടിക്കാൻ നോക്കുന്നു. അപ്പോൾ അത് ആ സമയത്ത് വേഗം ലൈറ്റിട്ട് നോക്കിയപ്പോൾ ഈ കുഞ്ഞ് ഉറങ്ങുന്നതായിട്ട് അഭിനയിച്ചു. പിറ്റേ ദിവസം വേണ്ടിയിട്ട് ചോദിച്ചപ്പോൾ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ ഈ കുഞ്ഞ് ഉറങ്ങുന്നത്. പിന്നെ അവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതൊക്കെ കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ചിട്ടൊക്കെയാണ്. ഇതിനകത്തിപ്പോൾ എനിക്ക് ഒരു ഓഡിയോയിലോ അല്ലെങ്കിൽ വീഡിയോയിലോ ഒരു ടെക്സ്റ്റിലൊന്നും ചെയ്യാനില്ല. എന്താ സിറ്റുവേഷൻ എന്ന് അറിയണം. ഇനി അവരോട് ജോലി നിർത്തി വരാൻ പറ്റുമോ, പറയാൻ പറ്റുമോ? ഇനി ഈ കൂടെ നിൽക്കുന്ന പാരൻസ് ആരാണെന്ന് നമുക്കറിയില്ല. ഗ്രാൻഡ് പേരൻസ് ആണോ, ഏത് സൈഡാണ് വെച്ചാൽ ബിഗ് ഇഷ്യൂ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, കണ്ണടച്ചാരെയും വിശ്വസിക്കല്ലേ നിങ്ങൾ? വിശ്വസിച്ചോ? പക്ഷേ ജസ്റ്റ് എനിക്ക്